അപ്പം ആർട്ടിന് ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണോ ഡിസൈനിൽ വരാൻ പറ്റുക? അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ നമ്മളെ മൂന്നാമത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പാക്കേജിങ് ഓക്കെ എൻ്റെ ഒരു കരിയർ അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ പോലെയുള്ള ഒരാൾക്ക് എൻ്റെ കരിയർ കംപ്ലീറ്റ്ലി യു എക്സ് അല്ലെങ്കിൽ യു എക്സിലേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. ഓക്കെ, നമ്മൾ ഒരു ഡിസൈനർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അസോസിയേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ആർട്ടിസ്റ്റാണ്. ആൾക്കൊരു ആർട്ടിസ്റ്റ് ആവണം, ഒരു ആർട്ടിസ്റ്റ് സ്കില്ല് വരണം, എങ്കിൽ മാത്രമേ ഡിസൈനർ ആവാൻ പറ്റുള്ള ഒരു തോട്ടുണ്ട്. ആർട്ടിസ്റ്റ് ആവാനുള്ള എപ്പോഴും ഒരു നല്ല ഒരു പ്ലസ് പോയിന്റ് ആണ്. കാര്യം ഒരു നല്ല രീതിക്കുള്ള ഒരു ക്രാഫ്റ്റ്. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ കോമ്പിനേഷൻ പറയുന്നത്. ഒന്ന് അയാളുടെ തോട്ടും, രണ്ടാമത് ക്രാഫ്റ്റുമാണ്. ഈ ഒരു നല്ല തോട്ടുള്ള വ്യക്തി അത് എന്താ പറയുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയമാണ് ഈ പറഞ്ഞ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അയാൾ നല്ല രീതിക്ക് ഒരു ക്യാൻവാസിൽ വരയ്ക്കാന്നുള്ളതാണ്. നമ്മൾ ഡിജിറ്റൽ ഡിവൈസിലോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു തോട്ട് മാത്രം മതി. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇന്ന് അതിന് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, എല്ലാത്തിനും ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത സമയം എന്ന് പറഞ്ഞില്ല, ഒരു 9 years ഒക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അന്ന് ആർട്ടിസ്റ്റ് സത്യം പറഞ്ഞാൽ ഞാൻ കയറിയതും ആ ഒരു ലെവൽ വെച്ചിട്ട് തന്നെയാണ്. കാര്യം എൻ്റെ ഫസ്റ്റ് കമ്പനിയിൽ ഉറപ്പായിട്ടും കുറേ പേരുണ്ടായിരുന്നതിന് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ലെവൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരു പ്ലസ് പോയിന്റ് തന്നെ ആയിരുന്നു. അങ്ങനെ തന്നെ കയറി. പക്ഷേ ഞാൻ അതില്ലാത്ത ആൾക്കാർക്കും ഡിസൈനിൽ വരാൻ പറ്റില്ല എന്നൊരു നിർബന്ധമൊന്നുമില്ല. ഇറ്റ്സ് ഗുഡ് ടു ഹാവ് ദോസ് കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ് ആൻഡ് ഓൾ. അല്ലാത്ത പക്ഷം നമുക്ക് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ പണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഐക്കോൺ, ഒരു ഇലിസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ അന്ന് നമ്മളിരുന്ന് കുത്തിയിരുന്ന് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു. ഇന്നിപ്പോൾ ഒരു എയുടെ ഇന്റർവെൻഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാനൊരു പ്രോപ്പർ കമാൻഡ് കൊടുക്കുവാണ്, ഐ നീഡ് ആൻ ഇമേജ്, ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്കൊരു സാധനം ജനറേറ്റ് തരും. സം എക്സ്റ്റെന്റ് ഒബ്വിയസ്ലി അവിടെ ഹ്യൂമൻ ഇന്റർവെൻഷൻ ആവശ്യമാണ്. അപ്പോൾ പക്ഷേ എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആർട്ടിസ്റ്റ് അല്ലാത്ത ആൾക്കാർക്കും ഇൻഡസ്ട്രിയിലോട്ട് വരാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ ഒബ്വിയസ്ലി ദേ ക്യാൻ കം, ദേ ക്യാൻ ബി എ ഡിസൈനർ. പക്ഷേ അതിന് വേണ്ട കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ഇപ്പം ആർട്ടിനെ കുറിച്ച് ഒക്കെ ഞാൻ പറയുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നുള്ള എല്ലാ ബിഗർ കമ്പനീസും എടുക്കുമെന്ന് വയ്ക്കുക. ഈ എല്ലാ കമ്പനീസും തലപ്പത്തിരിക്കുന്ന ആർട്ടിസ്റ്റ് ഒന്നുമല്ല, വമ്പൻ ഡിസൈനേഴ്സ്. അവർക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു പൂച്ചയെ പോലും വരയ്ക്കാൻ അറിഞ്ഞു കൂട്ടാ എന്നുള്ളതാണ്. പക്ഷെ അവരെങ്ങനെ ഇത്രയും വലിയ കമ്പനി ലീഡ് ചെയ്യുന്നത്? അത് അവരുടെ തോട്ട്സ് ആണ്, അവരുടെ ആ വിഷൻ എന്ന് പറയില്ലേ. നമ്മൾ ഡിസൈൻ സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ 30,000 feet എന്ന് കാണാൻ പറ്റുന്നൊരു കഴിവെന്ന് പറയും. 30,000 feet എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാനൊരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി എന്ന് പറഞ്ഞ സംഭവം ഞാൻ ഇവിടെ നിന്ന് മാത്രം നോക്കാണ്ട് കുറച്ചും കൂടെ മേളിൽ പോയിട്ട് കമ്പനിയുടെ ആ ഒരു ഓവറോൾ ഗോൾസ് എന്താണ്, വിഷൻ എന്താണ്, അടുത്ത 6 മാസം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആ ഒരു ജേർണി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റിയാൽ മതി. പ്രോപ്പറായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഒബ്സർവേഷൻ എന്നുള്ള സാധനമാണ്. ഒബ്സർവേഷനും ഇമാജിനേഷൻ എന്നുള്ളതാണ്. അതായത് ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുന്നേ തന്നെ അതിനെ എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നൊരു കഴിവ്, ആൾക്കാരെ ഒബ്സർവ് ചെയ്യുക, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി ഡിസൈഡ്. അതിനെ കംപ്ലീറ്റ്ലി വിഷ്വലൈസ് ചെയ്യാനുള്ള ഒരു ആർട്ടിസ്റ്റ് സ്കിൽ എന്ന് പറയുമ്പോൾ ഞാൻ പറയുവാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിനകത്ത് ഒരു റെഡ് കളർ ഉണ്ട്. നമ്മൾ ഉടനെ ആർട്ടിസ്റ്റ് റെഡ് കളർ ഇട്ടു, അവിടെ ഒരു ബട്ടൺ പ്ലേസ് ചെയ്യണം, അതിന് കൂടെ ഒരു ടെക്സ്റ്റും കൂടി ഉണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ 2 തരത്തിലുള്ള ലേഔട്ട് വന്നു. ബട്ടൺ ഓൺ ദ റൈറ്റ്, ടെക്സ്റ്റ് ഓൺ ദ ലെഫ്റ്റ് വേണോ, അതോ ടെക്സ്റ്റ് മേളിൽ കൊടുത്തിട്ട് ബട്ടൺ താഴെ ഇടണോ, ഈ തോട്ട് വന്നു. ഇനി അതിനൂടെ ഒരു ഇമേജ് കൂടെ വന്നു. അപ്പോൾ നമ്മൾ ഒന്ന് ചിന്തിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വളരെ പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതാണ് ഒരു ആർട്ടിസ്റ്റിന് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇത് ആർട്ടിസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ പറ്റും. അതുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് മാനേജേഴ്സ് പറയാറുണ്ട്, ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവർ പറയുന്നത് എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല, സോ ഒന്ന് ഒരു വയർഫ്രെയിം ചെയ്യാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെയാണ് ഈ വ്യത്യാസം എന്ന് പറയുന്നത്. സോ അതൊരു അല്ലാണ്ട് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനായിട്ട് എൻ്റെ ഒരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതായത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാരണം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത് വ്യത്യസ്തമായ ഒരു സാധനമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഓരോ മേഖലയിലും അതിൻ്റെതായ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂൾസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, ലിങ്ക്ഡിനിലാണെങ്കിലും നമ്മൾ ഫ്രണ്ട് സർക്കിളിലൊക്കെ പല ആൾക്കാരും പറയാറുണ്ട്, ഞാൻ UX കോഴ്സ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്ന കാര്യം, ഞാൻ ഫിഗ്മ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സോ എനിക്ക് UX ഡിസൈനർ ആവാൻ പറ്റുമായിരിക്കുമല്ലേ എന്ന് പറയും. പക്ഷേ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു സ്റ്റാർട്ടിങ്. ഞാൻ പറയുന്നത് ഈ ടൂളിൽ ഒരിക്കലും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ഇതൊരു ടൂൾ മാത്രമാണ്. ഞാനൊരു ഫിഗ്മ പഠിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു നല്ല തോട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ടൂൾ പഠിച്ചിട്ടും കാര്യമില്ല. അപ്പം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫോട്ടോഷോപ്പ് ആയിരുന്നു. അന്ന് വേറെ ടൂൾ ഉണ്ടായില്ല. പിന്നെ അത് സ്കെച്ച് എന്ന് പറഞ്ഞ ടൂൾ ഇറങ്ങി, then അഡോബിയുടെ XD ഇറങ്ങി, ഇപ്പോൾ ഫിഗ്മ എത്തി, നാളെ വേറെ ടൂൾ ഇറങ്ങും. ഞാൻ ഈ ടൂൾ പഠിക്കുക എന്നുള്ളത് ക്യാൻ ബി സെക്കൻഡറി തിങ്. ഒബ്വിയസ്ലി ടൂളിൻ്റെ ഒരു സംഭവം വേണം. അതിന് മുൻപായിട്ട് എനിക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇതൊരു മാത്തമാറ്റിക്സ് ഇക്വേഷൻ പോലെയാണ്. നമ്മൾ ആദ്യം പഠിക്കുന്ന ഇക്വേഷനാണ്.
ഒരു പ്രോബ്ലം കാണാതെ പഠിച്ച് ഞാനൊക്കെ അങ്ങനെ പ്രോബ്ലം കാണാതെ പഠിച്ചിട്ട് പോയിട്ട് അവസാനം വേറെ പ്രോബ്ലം ഇത് പെട്ടു ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ വരാൻ പാടില്ല. അപ്പം ഇക്വേഷൻ പഠിച്ച് കഴിഞ്ഞാൽ നിനക്ക് ഏത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇതിൻ്റെ ബേസ് ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. തോട്ട് ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന പോലെ അല്ല യു എക്സ് ചെയ്ത ഒരാൾക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാനും പറ്റില്ല. കാര്യം രണ്ടിനും രണ്ട് കഴിവാണ് വേണ്ടത്. യൂസേഴ്സ് എന്ന് പറയില്ലേ, നമ്മൾ ഹ്യൂമൻ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് ആ ആൾക്കാരെ ഒബ്സർവ് ചെയ്യാനും പഠിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പലപ്പോഴും ഈ യു എക്സ് ഒരു ഡിസൈനർ മറ്റൊരു ഡിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ എപ്പോഴും, ഒരു ഗ്രിഡ് സ്ട്രക്ചർ കാര്യം. അതായത് നമുക്ക് പലപ്പോഴും അതിങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഒരു വ്യത്യാസം. ഒരു നോർമൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്രോഷർ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ, ഒരു യു എക്സ് ഡിസൈനർ അല്ലെങ്കിൽ മറ്റൊരു ഡിജിറ്റൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഡിസൈൻ ലാംഗ്വേജിൽ തന്നെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇനി നമ്മൾ ട്രെയിൻഡ് ആവുകയാണ് അങ്ങനെയായിട്ട്. ഇപ്പം ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, അദ്ദേഹം 2 പോസ്റ്റ് ഡിസൈൻ ചെയ്തു. ഒന്ന് ന്യൂസ് പേപ്പറിൽ വയ്ക്കാനും രണ്ടാമത് റോഡിലേക്ക് ഹോർഡിങ്ങുമാണ്. ഒബ്വിയസ്ലി രണ്ട് ടൈപ്പിലാണ്. കാര്യം അവർക്ക് അറിയാം ഇത് എങ്ങനെയാണ് റോഡ്സിൽ വെക്കേണ്ട ഇതാവണേ എന്നുള്ളതൊക്കെ. ഇതിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുമ്പോൾ ആണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് കഴിവില്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കണം. അപ്പം അങ്ങനെയാണ് അവ രണ്ടും വ്യത്യാസമാണ് യൂസേഴ്സ് അനുസരിച്ചും ഒക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു ഗ്രാഫിക് ഡിസൈനിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ് ചോദിക്കുക. ഇപ്പോൾ നമ്മളൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു BFA പോലുള്ള ഒരു കോഴ്സ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഒരു ബേസിക് നോളേജും കാര്യങ്ങളും നമുക്ക് അതിലൂടെ കിട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ ഒരു പുതിയൊരാൾക്ക്, ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാൾ, അതായത് ഒരു ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് അയാൾക്കില്ല, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചിത്രം വരയ്ക്കാൻ എല്ലാവരും കഴിവില്ല, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്നുള്ള അതെ അതെ അങ്ങനെ ഒരു കഴിവുമില്ല, അങ്ങനെയുള്ള ഒരാൾക്ക് പക്ഷെ അയാൾക്ക് പാഷൻ ഉണ്ട് ഇത്. അതായത് ഇതിലേക്ക് വരണം, പിന്നെ ഇതിലൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം ആർട്ടിസ്റ്റ് ആണെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം എൻ്റെ അടുത്തൊക്കെ പല ആൾക്കാർ പറയാറുണ്ട്. ഞാൻ അത് പറയാന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു ഒരുത്തനുണ്ടായിരുന്നു, കിട്ടിലും പണം വരയ്ക്കില്ല. ഞാനൊക്കെ വിചാരിച്ച അവൻ എന്തെങ്കിലും ഡിസൈൻ ഇൻഡസ്ട്രിയിൽ ടോപ്പിലെത്തുന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവനെ സംബന്ധിച്ചോളം പണം വരയ്ക്കൽ അവനൊരു പ്രൈമറി കാര്യമായിരുന്നില്ല. പുള്ളി അത് വിട്ടു, എന്നിട്ട് വേറെ കോഴ്സിന് പുറകെ പോയി. പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് പിന്നീട് ചോദിച്ചോടാ എനിക്കിങ്ങനെ US കടക്കണം, എന്ത് ചെയ്യാൻ പറ്റുന്നൊക്കെ. പക്ഷെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ ഇങ്ങനെ ട്രാക്കൊക്കെ വിട്ടു പോയിട്ട് അവസാനം വീണ്ടും സത്യം പറഞ്ഞാൽ ആർക്ക് വേണം വരാൻ. കാര്യം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം ഞാനും ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് പ്രത്യേകം ഗുണം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഗുണം ഉണ്ടായിട്ടുണ്ട് ഒബ്വിയസ്ലി. പക്ഷെ അല്ലാത്ത ആൾക്കാർ എന്നെ പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല വലിയ കമ്പനിയിൽ ടോപ്പിലിരിക്കുന്ന ആൾക്കാരും വലിയ ആർട്ടിസ്റ്റും അല്ല. ഞാൻ തന്നെ വർക്ക് ചെയ്യുമ്പോൾ പല സമയത്ത് ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു 5-6 വർഷത്തെ ഒരു കരിയറിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞ് വന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ്. വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടാവും സത്യം. ബാക്കി എല്ലാവരും പലതും. ഇപ്പോൾ എൻ്റെ ഒരു സീനിയർ ഏട്ടനുണ്ടായിരുന്നു, അങ്ങേര് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് ഡിസൈനിലേക്ക്. പക്ഷേ അവർക്ക് ആ ഒരു പണ്ട് പോലെ ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ജോലിയൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച എല്ലാ പക്ഷെ അവരിട്ടിരിക്കുന്ന ആ എഫോർട്ട് നമ്മൾക്ക് ഒരു കളറിന്റെ തിയറി അറിയാം, കുറെ കാര്യങ്ങൾ അറിയാം. അതെ അവരെത്രത്തോളം, അതായത് ഇപ്പൊ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാന്നിട്ട് പോലും അവർ ഈ ഒരു കരിയറിൽ നമ്മളെക്കാട്ടും കൂടുതൽ അടിപൊളി അതാണ് ചെയ്യുന്ന കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്, ടു ബി എ UX ഡിസൈനർ എന്ന് പറയുന്നതിൽ ഒരു ആർട്ടിനും ഒരു ആർട്ടിസ്റ്റിനും കളേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, UX എന്ന് പറയുമ്പം കുറേ കാര്യങ്ങൾ കമ്പൈൻഡ് ആയിട്ടുള്ള നല്ല UI ഉണ്ട്, ടെക്നോളജി ഉണ്ട്, നല്ല ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ മിക്സ് ആയിട്ടുള്ള ഒരു UX ഉണ്ടാവുന്നത്, നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഇതിൽ ഒരു ഫാക്ടർ മാത്രമാണ് UI എന്ന് പറയുന്നത്. അത് ഇന്ന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം അതിനെക്കുറിച്ച് വറീഡ് ആവേണ്ട. പക്ഷെ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ്സ് ആവശ്യമുള്ള ആസ് എൻ പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ലൈക്ക് ഇതിലോട്ട് വരാനായിട്ടുള്ള മാത്രമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് നോർമലി എടുത്തിട്ട് ഞാൻ ഒരു ടൂൾ പഠിച്ചു, ഞാൻ അങ്ങനെ കുറേ പേര് കണ്ടിട്ടുണ്ട്. അവരിങ്ങനെ ഒരു ഡെഡ് ലൈൻ വയ്ക്കും, ഓക്കെ ഞാനൊരു 2 months ഞാനത് പഠിക്കും, 3ാമത്തെ മാസം ഞാൻ ഡിസൈനർ ആവും, എന്നിട്ട് എനിക്ക് മറ്റേ ജോലി കയറിയിട്ട് എനിക്ക് ആ കമ്പനി കയറണം. ഇത് ഒരുപാട് കാലം സമയം എടുത്തിട്ടാണ് നമ്മളൊക്കെ ഇതിനോട്ട് ആയി പ്രിപ്പയർ ആയിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് ജോലിക്ക് കയറുന്ന സമയത്ത് ഫൈൻ ആർട്സ് കോളേജിൽ കഴിഞ്ഞിട്ട് ജോലിക്ക് കയറുന്ന സമയമായിരുന്നു. അന്ന് എനിക്കറിയില്ല, അന്ന് UX എന്ന് പറയാൻ എനിക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല, റെഫറൻസും ഇല്ല. എനിക്കൊരു താല്പര്യം തോന്നി. ഞാൻ നോക്കിയപ്പോൾ എന്താ വെച്ചാൽ കുറേ മേഖലയുണ്ട്, നമുക്ക് ഏത് മേഖലയിൽ ജോലി ചെയ്യണം. അപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈൻ ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്, ഫാഷൻ ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ വിചാരിച്ചു നല്ല രസത്തിൽ പണിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖല UX ആണ്. അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് വരുന്നത്. അപ്പോൾ എനിക്കിതിൽ ജോലി അപ്ലൈ ചെയ്യാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തു. ഞാൻ കമ്പനി പേര് പറഞ്ഞില്ല, ജോലിക്ക് അപ്ലൈ ചെയ്തു. എൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞുണ്ടല്ലോ 63 പേജിൽ പോർട്ട്ഫോളിയോ ആയിരുന്നു. പുള്ളി കൊടുത്തു പോയി. പുള്ളി പറഞ്ഞു ഇതൊന്നും എടുക്കാൻ പറ്റില്ല, കാര്യം ആൾക്ക് വേണ്ട റിക്വയർമെൻ്റ് അല്ല എൻ്റെ അടുത്തുള്ളത്. പക്ഷെ ആൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ
അത് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. വളരെ വലിയ പോസ്റ്റുള്ള മനുഷ്യനാണ്. ഉം. തിരിച്ചു വിളിച്ച് എന്ന് പറഞ്ഞു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം പോർട്ട്ഫോളിയോ കട്ട് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞിട്ട് ആൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി പറയുന്നതൊക്കെ ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം അത് 20 18 പേജുള്ള ഒരു പോർട്ട്ഫോളിയോക്ക് മാറ്റി. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് മാത്രം. അപ്പോൾ അങ്ങനെ കുറേ നല്ല മെൻറ്റർഷിപ്പും കാര്യങ്ങളും കിട്ടിയതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലരും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതേ പെർസ്പെക്റ്റീവിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ യെസ്, കുറച്ച് പ്രിപ്പറേഷൻസ് ആവശ്യമാണ്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമ്മൾ ഒബ്സർവേഷൻ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ആൾക്കാർക്കൊക്കെ ഒബ്സർവേഷൻ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്ക് ഡിസൈൻ ചെയ്യണം? ഹ്യൂമൻ മനുഷ്യന്മാർക്കാണ് ഡിസൈൻ ചെയ്യണത്. മനുഷ്യന്മാരെ പല കാറ്റഗറി നമ്മൾ തിരിക്കും. ഇപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ എല്ലാവർക്കും വേണ്ടി സെർവ് ചെയ്യണമല്ല, കാറ്റഗറീസ് ഉണ്ട് അല്ലേ. ഞാനൊരു പ്രോഡക്റ്റ് ബിൽഡ് ചെയ്തു, അതൊരു ജിമ്മിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റാണ്. ആ ജിം ഉപയോഗിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ, ഒരു 18 വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെ ഏത് ടൈപ്പ്, ഇവർക്ക് വേണ്ടി മാത്രം ഞാൻ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. പ്രൈമറിലി ഞാൻ അവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ അവരെ ആദ്യം പഠിക്കുക എന്നുള്ളതാണ്. ഈ മനുഷ്യന്മാരെന്ന് സത്യം പറയുന്നത് ഒരു സൈക്കോളജി ഗെയിമാണ്. സൈക്കോളജിന് കംപ്ലീറ്റ്ലി. കാര്യം ഞാൻ എത്രയോ വർഷം മുന്നും മനുഷ്യനുണ്ടായപ്പോൾ മുതലുള്ള അവർ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സൈക്കോളജി ഉണ്ട്. ഹ്യൂമൻ അവരുടെ ബിഹേവിയർ ഉണ്ട്. ഹ്യൂമൻ ബിഹേവിയർ ഇങ്ങനെയാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ മാറ്റങ്ങൾ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ എൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് പറയണം, ഒരു റെഡ് കളർ സിഗ്നൽ ഞാൻ എവിടെയും കണ്ട് ഞാൻ ആദ്യം അസോസിയേറ്റ് എന്തിനാ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് ആ കോൺസെപ്റ്റാണ് ബ്രേക്ക് ലൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? ബ്രേക്ക് ലൈറ്റിൽ കുറേ കോമ്പോണൻസ് ഉണ്ട്. ഒരു കാറിൻ്റെ റെഡ് ഉണ്ട്. റെഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ്. യെല്ലോ കളറാണ് എപ്പോഴും ഇൻഡിക്കേറ്റർ കാണിക്കുക. എന്തുകൊണ്ടാണ്? വാണിംഗ് എപ്പോഴും ഒരു യെല്ലോ ആയിരിക്കണം. കാര്യം അതൊരു എമർജൻസിയോ ഇതൊന്നുമല്ല, പക്ഷേ വാണിംഗ് ആണ്. അതുപോലെ മറ്റേ ലൈറ്റിന് വേറെ കളറാണ്. അപ്പോൾ ഈ റെഡ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും അസോസിയേറ്റ് ചെയ്യണം. അങ്ങനെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹ്യൂമൻ, നമ്മുടെ ബ്രെയിൻ അങ്ങനെ അത് ട്രെയിൻഡ് ആയി. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ ആപ്പ് ഉപയോഗിക്കുകയാണ്. നിങ്ങളൊരു ഇൻപുട്ട് ഫീൽഡായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊരു സാധനം ചെയ്തു, ഒരു എറർ വന്നു. എററിൻ്റെ കളർ എന്താ? ഒരു മെസ്സേജ് വരില്ല, എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ്? അതിന് കളർ റെഡ് കളറാണ്. എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് ലൈറ്റിൽ കാണുന്ന ഗ്രീൻ ലൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സിമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. സിമിലർലി നിങ്ങൾ എപ്പോഴും അടുത്തൊരു ആപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു പോസിറ്റീവ് നിങ്ങൾ പേയ്മെന്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ആ സംഭവം കൊണ്ടോ ഞാൻ സക്സസ്ഫുൾ റെഡിൽ ചെയ്ത് കാണിച്ച എങ്ങനെയായിരിക്കും നമ്മുടെ ബ്രെയിൻ അതൊരു കണക്ട് ആണെങ്കിൽ നമ്മുടെ മൈൻഡിൽ. അപ്പോൾ ഈ കളറ് കാര്യങ്ങൾ ഇതൊക്കെ ഭയങ്കര ഗെയിമാണ് അത്. അപ്പോൾ ഇത് ഹ്യൂമൻ സൈക്കോളജിയും നമ്മുടെ ബിഹേവിയറൊക്കെ കൺസിഡർ ചെയ്യണം എല്ലാ പ്രൊഡക്റ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പം ഇത് ആദ്യം എംപതൈസ് ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യന്മാരെ നമ്മൾ അവരുടെ സ്റ്റേജിൽ നിന്ന് കാണാൻ പഠിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആപ്പ് ഡിസൈൻ ചെയ്യുവാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ജിമ്മിലേക്ക് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ സ്ട്രീമിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അത് രാത്രി മെയിലിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിന് എന്തുകൊണ്ട് ഞാൻ വൈറ്റ് കളർ യൂസ് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് ബ്ലാക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിലും കാര്യം ഞാൻ ക്ലോസിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണിലേക്ക് ലൈറ്റ് വരാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ തോട്ടുകളൊക്കെ വന്ന് നമ്മൾ അവരെ എംപതൈസ് ചെയ്ത് ഒക്കെയാണ് എല്ലാ പ്രൊഡക്റ്റും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എംപതൈസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക, കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇതിന് ഇനിഷ്യൽ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിച്ചിട്ട്, ഐ മീൻ